ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമുക്കിന്നൊരു ശർക്കര ഉപ്പേരി ഉണ്ടാക്കിയാലോ? അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു ചെറിയ പാത്രത്തിൽ ഞാനൊരു ഒരൊറ്റ നേന്ത്രക്കായ കൊണ്ടാണ് ശർക്കര വരട്ടി ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് എണ്ണ തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു നേന്ത്രക്കായ എടുത്തിട്ട് തൊലി കളയുക. വളരെ ചെറിയ അളവിലേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. ഈ ഒരു കായം കൊണ്ട് തന്നെ നമുക്കൊരു 10-20 കിട്ടും. അപ്പോൾ നമ്മളൊരു കായ തൊലി കളഞ്ഞെടുത്തതിന് ശേഷം ഇങ്ങനെ രണ്ടാക്കി മുറിക്കുക. അതിനെ രണ്ടാക്കി മുറിച്ചതിന് ശേഷം ഇങ്ങനെ ചെരിച്ചോ, നിങ്ങളുടെ ഇഷ്ടം പോലെ അരിയാം. ഞാനിവിടെ ചെരിച്ചാണ് അരിയുന്നത്. നേരെ വേണമെങ്കിൽ നേരെ അരിയാം. പിന്നെ അധികം കട്ടിയിൽ അരിയണ്ട കേട്ടോ. അധികം കട്ടിയിൽ അരിഞ്ഞാൽ ഭയങ്കര ഹാർഡായിട്ടിരിക്കും എണ്ണയിൽ വറുത്ത് വരുമ്പോൾ. അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ചില ശർക്കര വരട്ടി നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നത് അങ്ങനെ ആകൂലേ, ഭയങ്കര കടിച്ചാൽ പൊട്ടാത്ത പോലെ ഇരിക്കും, ഭയങ്കര കട്ടിയിൽ. അപ്പോൾ അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം തിക്നെസ്സിൽ ചെരിച്ച് ഇങ്ങനെ അരിയുക. ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു തിക്നെസ്. കണ്ടോ? അധികം തിക്കുമല്ല എന്നാൽ അധികം തിന്നുമല്ല, ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അപ്പോഴത്തേനും നമ്മുടെ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിലേക്ക് നമ്മളൊരു നുള്ള് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ആ കായ വറുത്ത് കഴിയുമ്പോൾ ഒരു ചെറിയൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് എണ്ണയിൽ വറുത്തെടുക്കാം. നമ്മുടെ ചിപ്സൊക്കെ ഉണ്ടാക്കൂലേ, അതേപോലെ തന്നെ നല്ലൊരു കിലുങ്ങണ സൗണ്ട് വരും നന്നായിട്ട് അത് ഫ്രൈ ആയി കഴിയുമ്പോൾ. അപ്പം നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ എണ്ണയെല്ലാം കുടിച്ച് ഒരു മാതിരിയായിട്ടിരിക്കും നമ്മളുടെ ഈ കായ. അപ്പോൾ ഒരു മീഡിയം, ലോ ടു മീഡിയം അതിൽ വെച്ചിട്ട് വേണം. എൻ്റെ ഈ അടുപ്പിൽ ലോ ടു മീഡിയം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഇതാണ് കേട്ടോ, കറക്റ്റാണ്. അപ്പോൾ അതങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അങ്ങനെ ഇത് വറുത്തെടുക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ എൻ്റെ ഇതെല്ലാം വറുത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ശർക്കര ഉരുക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ശർക്കരയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ശർക്കരയും കൂടെ അത് ഉരുകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്ത് കോരിയതിന് ശേഷം വേണം ബാക്കി ചെയ്യാൻ. ശരിക്കും പറഞ്ഞാൽ ശർക്കര വരട്ടിയൊക്കെ ഒരു പാക്കറ്റ് നമുക്ക് മേടിക്കാവുന്നതേ ഉള്ളൂ കടയിൽ നിന്ന്. പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി നമ്മൾ സദ്യയിൽ അത് വിളമ്പുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അത് വേറെ തന്നെയല്ലേ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് ഞാനിങ്ങനെ ഒരു പാത്രത്തിലേക്ക് ടിഷ്യൂ വെച്ചിട്ട് കോരിയിടുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കി പരിപാടികൾ തുടങ്ങാം. ഇനിയിപ്പോൾ നമ്മൾ ആ ഉരുക്കാൻ വെച്ച ശർക്കര ഉണ്ടല്ലോ, അത് ഉരുകിയതിന് ശേഷം ഞാനതിനെ അരിച്ച് ഈ പാത്രത്തിലാക്കിയതിന് ശേഷം ഇതൊന്നും കൂടെ പറ്റിച്ചെടുക്കണം. അതായത് ഇങ്ങനെ നൂൽപ്പരുവമാക്കി എടുക്കണം. ശർക്കര ഒരു 1 സ്ട്രിങ് കൺസിസ്റ്റൻസി എന്ന് പറയൂലേ, അതായത് നമ്മളിങ്ങനെ ഇത് കുറേ നേരം കഴിയുമ്പോൾ ഉരുകി ഇതായി കഴിയുമ്പോൾ ഇങ്ങനെ തൊട്ടാൽ ഇങ്ങനെ ഒരു നൂല് പോലെ പരുവത്തിൽ നമ്മുടെ കയ്യിൽ വരും. അങ്ങനെ ആ ഒരു പരുവ് കാണാം. പക്ഷേ ഈ ശർക്കര പനിയിലേക്ക് ഞാനൊരു ടീസ്പൂൺ പഞ്ചസാര, പൊടിക്കാത്ത മൊത്തത്തിലുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ആകുമ്പോഴാണ് പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടുക. അങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഇങ്ങനെ ആയിട്ടുണ്ട്. ഇടയ്ക്ക് നമ്മളൊന്ന് തൊട്ട് നോക്കണം കേട്ടോ. ഇതിപ്പോൾ ആയിട്ടില്ല, കണ്ടോ, ഇതിപ്പോൾ ആയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ അർത്ഥം നമ്മൾ കുറച്ച് നേരം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം എന്നാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ഇതൊരു മീഡിയം ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു നുള്ള ഉപ്പ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ചില ശർക്കരയിൽ ഉപ്പ് കാണും, അപ്പോൾ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക. എൻ്റെ ഈ ശർക്കരയിൽ ഉപ്പൊന്നും ഇല്ലാത്തത് കാരണം ഞാൻ ഒരു നുള്ളു ഉപ്പ് ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളത് വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും ഇത് ആ ഒരു കൺസിസ്റ്റൻസിയിൽ ആകും. ഇനി നമ്മളിതൊന്ന് നോക്കുക. വളരെ എളുപ്പമാണ് കേട്ടോ. ഇതിങ്ങനെ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇത്രയും എങ്കിലും സമയം. ശരിക്കും വളരെ കണ്ടോ, ഇതിപ്പോൾ കണ്ടോ ഒരു നൂല് പോലെ ഒട്ട് പിടിക്കുന്നുണ്ടോ. ഇതാണ് കറക്റ്റ് പരുവം. ഈ സമയത്ത് നമ്മൾ കുറച്ച് സാധനങ്ങൾ പൊടിച്ചു വെച്ചിട്ടുണ്ട്. ചുക്കില്ലേ, ചുക്കും ജീരകവും പിന്നെ ഒരു 4-5 ഏലക്കയും കൂടെ പൊടിച്ചു വെച്ചിട്ടുണ്ട്. ചുക്കാണ് കൂടുതൽ വേണ്ടത് കേട്ടോ. ചുക്കും ജീരകവും കൂടുതൽ വേണം. ഒരു 1-1.5-2
സ്പൂൺ വെച്ചിട്ട് ചുക്കും ജീരകവും പൊടിയും വേണം. ഏലയ്ക്ക കുറച്ച് മതി. അപ്പം ഇതെല്ലാം കൂടെ ഞാൻ പൊടിച്ചു വെച്ചതാണ്. അതിനകത്തോട്ട് കുറച്ച് 1 സ്പൂൺ ഇട്ട് കൊടുക്കുക, ഈ ശർക്കര ഉരുക്കി വെച്ചേക്കുന്നതിനകത്തോട്ട്. എന്നിട്ട് നമ്മളുടെ കായ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കായ നന്നായി മിക്സ് ചെയ്യണം. എല്ലായിടത്തോട്ടും ആ ശർക്കരയും പഞ്ചസാരയും കൂടെയൊക്കെ ക്യാരമലൈസ് ചെയ്ത ആ സിറപ്പ് എല്ലായിടത്തേക്കും ആകണം. അങ്ങനെ ഇളക്കി കൊടുത്തോണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആ പൊടിച്ച് വെച്ചിട്ടുള്ള ആ മിക്സ് ഉണ്ടല്ലോ, ചുക്കും ജീരകവും ഏലക്കയും കൂടെ പൊടിച്ച് വെച്ചിട്ടുള്ളത്, കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടാണ് പൊടിച്ചത് മിക്സിയുടെ ജാറിലെ. അപ്പോൾ അങ്ങനെ അത് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ പൊടികളിൽ കൂടാണ്ട് ഞാൻ ഇതിനകത്തോട്ടൊരു ഒരു ടീസ്പൂൺ നമ്മളുടെ പൊടി ഉണ്ടല്ലോ, അരിപ്പൊടി ഇടുന്നുണ്ട്. നിങ്ങൾക്കത് വേണമെങ്കിൽ ഇട്ടാൽ മതി, വേണ്ടെങ്കിൽ ഇടണ്ട. പക്ഷെ ഞാനതൊരു നല്ലൊരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ സാധാരണ നമ്മുടെ ഇടിയപ്പത്തിൻ്റെയൊക്കെ അരിപ്പൊടി ഉണ്ടല്ലോ, ഇടിയപ്പം അപ്പം, അതിൻ്റെ ഒരു ടീസ്പൂൺ ആ ഒരു അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നല്ല ക്രിസ്പി ക്രഞ്ചി ഇത് ഉണ്ടാകുക കേട്ടോ, ഫീലും. അപ്പോൾ അതും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എല്ലായിടത്തേക്കും ആ പൊടി ഇതൊക്കെ ആവണം. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കുന്നതെന്നല്ലേ. പക്ഷേ ഇതല്ല, ഇത് തണുത്ത് കഴിയുമ്പോൾ കറക്റ്റ് എല്ലാം ഇങ്ങനെ ആയിക്കോളും എല്ലായിടത്തേക്കും. ഇനിയിപ്പോൾ ഞാനിത് തീ ഓഫ് ചെയ്തു കേട്ടോ, ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇളക്കുന്ന കാര്യം മറക്കരുത്. മറന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി ഇങ്ങനെ തന്നെ കട്ടയായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, തീ ഓഫ് ചെയ്തതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇത് കണ്ടോ, ഇത് തണുക്കുന്നതിനനുസരിച്ചിട്ട് ആ പൊടികളെല്ലാം കൂടി നമ്മുടെ ഈ കായലേക്ക് പിടിച്ച് നല്ല അടിപൊളിയായിട്ടുള്ള ശർക്കര വരട്ടി ആയിട്ടുണ്ടാകും. ഇതിപ്പോൾ ഒരു 4-5 ആൾക്കാരുള്ള ഫാമിലിയിലേക്കൊക്കെ, അതിലും കൂടുതലുള്ള ആൾക്കാർക്ക് 1-2 വെച്ചല്ലേ നമ്മൾ ഇലയിൽ വിളമ്പുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ഈ ശർക്കര വരട്ടി ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഹാപ്പി ഓണം.